എന്ത് ഈ ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട് 30% പെട്രോൾ സേവ് ചെയ്യാൻ പറ്റുമോ? ഒരു ഏക്കറിൽ ഈ പവർ വീഡർ വെച്ച് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് 3000 രൂപ സേവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കളയെടുക്കാൻ, വട്ടപ്പാത്തി എടുക്കാൻ, ചെളിയിൽ ഓടിക്കാൻ, എന്തിന് P2 അറ്റാച്ച് ചെയ്ത് സ്പ്രെയർ അടിക്കാനും ഇത്ര ബെനിഫിറ്റ്സ് ഉള്ള ഈ മിഷൻ ഇത്ര വില കുറവിലോ? ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ആരും തന്നെ കൃഷി ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ജോലിക്ക് ആൾക്കാരെ കിട്ടുക എന്നുള്ളത്. സോ ആൾക്കാരെ കിട്ടിയാലും അവർക്ക് ആൾക്കൂലി അധികമായിട്ട് തന്നെ കൊടുക്കണം. നമ്മൾക്ക് കിട്ടുന്ന ലാഭം തന്നെ കുറവാണ്. സോ നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ എങ്ങനെ ആൾക്കൂലിക്ക് കൊടുക്കും? സോ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ കാവേരി പവർ വീഡർ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ പൈസ കൊടുത്തൊരു മെഷീൻ വാങ്ങിച്ചിട്ട് അതിന്റെ ഉപകാരം കഴിഞ്ഞ് നിങ്ങൾ അത് ഷെഡിൽ തന്നെ വെക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു പവർ വീഡർ വാങ്ങിയിട്ട് അത് കളയെടുക്കാൻ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാണ്. സോ നമുക്ക് എല്ലാ സീസണിലും കളയെടുക്കാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെതായ സീസണിൽ മാത്രം ആ പവർ വീഡർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവേ നമ്മുടെ MDMന്റെ കാവേരി പവർ വീഡർ നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ സീസണിലും ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കാവേരി പവർ വീഡർ നമുക്ക് എല്ലാ സീസണിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് മെയിൻ ആയിട്ട് കളയെടുക്കാം. അതല്ലാതെ നമുക്ക് വട്ടപ്പാത്തി എടുക്കാം, ചെളിയിൽ ഒട്ടിക്കാം, P2 അറ്റാച്ച് ചെയ്ത് നമുക്ക് സ്പ്രെയർ അടിക്കാം. കൂടാതെ നമുക്ക് ട്രെയിലർ അറ്റാച്ച് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് 350 കിലോ വരെ ഭാരം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നിങ്ങൾ പുറത്ത് 10,000 20,000 കുറഞ്ഞ റേറ്റിൽ പവർ വീഡർ കിട്ടുന്നുണ്ട്. സോ ഞാൻ അത് വാങ്ങിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അപ്പൊ നമ്മൾ പുറത്തുനിന്നൊക്കെ പവർ വീഡർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത് ഒറ്റ യൂസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അത് വെറുതെ വെക്കണം. സോ നമ്മുടെ പവർ വീഡർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വാങ്ങണമെങ്കിൽ. നമ്മുടെ MDMന്റെ പവർ വീഡർ നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ വേറെ ആരും കൊടുക്കാത്ത ഡബിൾ സസ്പെൻഷൻ കൊടുക്കുന്നുണ്ട്. സോ ഈ ഡബിൾ സസ്പെൻഷൻ എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തുനിന്നൊക്കെ ഒരു പവർ വീഡർ വാങ്ങിയിട്ട് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓടിക്കുന്ന സമയത്ത് ഷോൾഡർ പെയിൻ, അതുപോലെ കൈവേദന അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ MDMന്റെ കാവേരി പവർ വീഡർ നോക്കുന്ന വെച്ചാൽ നമ്മൾ ഡബിൾ സസ്പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കൈവേദന, കാലുവേദന അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കുന്നത് വെച്ചാൽ എഞ്ചിനാണ്. ഒരു പവർ വീഡറിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് തന്നെ അതിന്റെ എഞ്ചിനാണ്. സോ നമ്മുടെ എഞ്ചിൻ നോക്കുന്ന വെച്ചാൽ നമ്മൾ 7.5 HP എഞ്ചിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ കല്ലും മണ്ണൊക്കെ ഉള്ള സ്ഥലമായാലും സോഫ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് ഈസി ആയി തന്നെ ഓടിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന ജോലിന്റെ പകുതി ജോലി നമുക്ക് ഈ പവർ വീഡർ തന്നെ ചെയ്യുന്നതാണ്. ഡബിൾ സസ്പെൻഷനും അതേപോലെ തന്നെ നമ്മൾ എഞ്ചിനും പവർഫുൾ ആയി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്രോൾ കൺസപ്ഷൻ 30% കുറയ്ക്കാൻ പറ്റും മറ്റ് പവർ വീഡറിനെ കമ്പയർ ചെയ്യുമ്പോൾ. അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നതാണ് ഈ HTP പമ്പ് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു പവർ വീഡർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കളയെടുക്കാനും വട്ടപ്പാത്തി എടുക്കാനും മാത്രം പറ്റുള്ളെങ്കിൽ നമുക്കത് നഷ്ടമായിരിക്കും. പക്ഷെ നമ്മുടെ പവർ വീഡറിൽ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് HTP പമ്പ് കണക്ട് ചെയ്യാനും പറ്റും. സോ ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ എപ്പോഴും ഹൈ ആയിരിക്കും. ഇപ്പൊ നിങ്ങളൊരു തെങ്ങിൻ തോപ്പോ വാഴത്തോപ്പൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ HTP പമ്പ് നിങ്ങൾക്ക് ഈസി ആയി തന്നെ നിങ്ങൾക്ക് തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയി തന്നെ മരുന്നടിക്കാം. അടുത്ത ഞാൻ വീടിന്റെ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ ട്രോളി അറ്റാച്ച് ചെയ്യാമെന്ന്. ഇപ്പൊ നിങ്ങളൊരു പശു ഫാമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അതിന് പുല്ലൊക്കെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ഇതിൽ ട്രോളി അറ്റാച്ച് ചെയ്ത് 350 കിലോ വരെ ഭാരം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയി തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് സേഫ്റ്റി ക്ലച്ച്. ഈ സേഫ്റ്റി ക്ലച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കീ പിടിച്ചിരിക്കണം അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്തെടുക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ജസ്റ്റ് ക്ലച്ച് വിട്ടാൽ തന്നെ മതി, നിങ്ങൾക്ക് വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആകും. അതുകൊണ്ട് നിങ്ങൾ ഈസി ആയി തന്നെ ഈ മിഷൻ ഓടിച്ചുകൊണ്ട് പോകാം. നിങ്ങൾക്ക് ആൾക്കൂലി കുറയ്ക്കണോ, പെട്രോൾ ചെലവ് കുറയ്ക്കണോ, ഒരു മിഷനിൽ തന്നെ നിങ്ങൾക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യണോ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് തന്നെ കാവേരി പവർ വീഡർ. സോ ഇപ്പൊ നിങ്ങൾ ഈ മെഷീൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ കൊടുത്ത് വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോകാം. ബാക്കി പൈസ നമുക്ക് ഇപ്പോൾ EMI അടയ്ക്കാവുന്നതാണ്. സോ ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കാവേരി പവർ വീഡർ സ്വന്തമാക്കും.